ഒരു പ്രിസർവേറ്റീവുകളും ചേർക്കാതെ തികച്ചും നാച്ചുറലായിട്ട് തന്നെയാണ് ഇതിനെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. കാരണം മഴക്കാല രോഗങ്ങളായിട്ടുള്ള ജലദോഷം, തുമ്മൽ അങ്ങനെയുള്ളതും പിന്നെ വയറ് സംബന്ധമായിട്ട് ചെറിയ ദഹനക്കേട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാര മാർഗമായിരിക്കും ഇത്. വാങ്ങി ഉപയോഗിക്കാം. അടുത്തുള്ള കടയിലൊക്കെ നമ്മൾ നൽകുന്നുണ്ട്. ഇനി ആവശ്യക്കാരുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമ്മളെ ചുക്കുകൂട്ട് കഷായത്തിൻ്റെ ലാസ്റ്റ് പാക്കിംഗ് ആണ് നമ്മളിവിടെ ചെയ്ത് കാണിക്കുന്നത്. ഇത് ചക്കരയാണ്. ഇത് സിറ്റിങ്ങിന് വേണ്ടി ഇതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കുക. സിറ്റിങ്ങായിട്ട് ഇരുന്നോളും. പിന്നെ നമ്മളെ കൂട്ട് കഷായത്തിൻ്റെ പാക്കിംഗ് ആണ്. അതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ ഇതിൽ ഇട്ട് കൊടുക്കും. കാരണം ഇത് ജനങ്ങൾ കണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കൃത്യമായിട്ട് തെളിഞ്ഞു കണ്ടെങ്കിൽ മാത്രമേ അവർ വാങ്ങിക്കാൻ കഴിയുള്ളൂ. പിന്നെ നമ്മൾ പ്രസ് ചെയ്യാം. ഇതെങ്ങനെയാണ് ഇത് നമ്മൾ സ്റ്റിക്കർ ചെയ്യാണ്. ഇതിനിപ്പോൾ 2 സ്റ്റിക്കറാണുള്ളത്. ഒന്നതിൻ്റെ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സ്റ്റിക്കർ, പേരോട് കൂടിയിട്ടുള്ള. രണ്ടാമത്തെ സ്റ്റിക്കർ ഇതെങ്ങനെയാണ് പാകം ചെയ്യേണ്ടത് എന്ന് വിവരിക്കുന്ന ഒരു സ്റ്റിക്കർ. അങ്ങനെ 2 സ്റ്റിക്കറാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ചുക്കുകൂട്ട് കഷായം. നല്ലൊരു ഐറ്റംസാണ്. ഒരു പ്രിസർവേറ്റീവും ചേർക്കാത്ത രീതിയിൽ നമ്മൾ തയ്യാറാക്കുന്നൊരു മഴക്കാല രോഗങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു കൂട്ട് കഷായമാണ്. അപ്പോൾ ഇത് വെറും ചുക്ക് കാപ്പിയല്ല. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊരു ശർക്കരയുടെ കട്ട കിട്ടുന്ന പോലെ ഒരു ചുക്ക് കാപ്പിയുടെ പാക്കറ്റല്ല. എല്ലാം വേർതിരിച്ചിട്ടുള്ളതാണ്. കുരുമുളകായാലും ഇഞ്ചി ചുക്കായാലും തിപ്പല്ലി ആയാലും പിന്നെ ഇതിൻ്റെ ലീഫ്. ഇതിപ്പോൾ നമ്മൾ പുതിയതായിട്ട് ചേർക്കുന്നതാണ്. മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മെ പിടികൂടുന്ന ഒരു അസ്വസ്ഥതയും രോഗവുമാണ് കോൾഡ് അഥവാ ജലദോഷം. അപ്പോൾ അതിന് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ അതിനേക്കാൾ ഗുണവും നമുക്ക് ഉന്മേഷമൊക്കെ ഉഷാറും ലഭിക്കാൻ പറ്റുന്നത് നമ്മളെ ചുക്ക് കഷായം കൊണ്ടാണ്. അപ്പോൾ ഈ ചുക്ക് കഷായത്തിൽ നമ്മൾ പലതും ചേർക്കാൻ വിട്ടു പോകുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടാതെ പോകുന്നത് കൊണ്ട് നമ്മളതിൽ ചേർക്കാറില്ല. അപ്പോൾ എല്ലാ സുഗന്ധങ്ങളും കൂടി ചേർന്ന് നമുക്കുണ്ടാകുന്ന ജലദോഷത്തെ സുഗന്ധപൂർണ്ണമായിട്ട് വലിച്ചെടുക്കാൻ പറ്റുന്നൊരു ചുക്ക് കൂട്ട് കഷായമാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പരിചയപ്പെടുത്തൽ മാത്രമാണ് ഈ വീഡിയോ. അപ്പോൾ അതിലെന്തെല്ലാം നമ്മൾ ചേർക്കുന്നുണ്ട് എന്ന് ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കാണുന്നുണ്ട്. സാധാരണ നമ്മൾ ഒരു ചുക്ക് വെള്ളം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചുക്ക് കുരുമുളക് ചേർത്ത് അതങ്ങോട്ട് അവസാനിപ്പിക്കും. അല്ലെങ്കിൽ കുറച്ച് ഏലക്കയും ചേർക്കും, അത്ര തന്നെ. എന്നാൽ ഇതിൽ കുറേയേറെ ഔഷധങ്ങളുള്ള സുഗന്ധമായിട്ടുള്ള ഇലകളും പിന്നെ ചുക്ക്, കുരുമുളക്, തിപ്പല്ലി, മല്ലി അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസുകളും നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പലതും കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ചെറിയതായിട്ടുള്ള വില മാത്രമാണ് നമ്മൾ ഈടാക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടുള്ള കുരുമുളക്, ചുക്ക്, തിപ്പല്ലി, ഏലക്ക ഇതെല്ലാം കോസ്റ്റ്ലി ആണെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ചെറിയ വില മാത്രമാണ് നമ്മൾ ഈടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു നഷ്ടവും വരില്ല. ദഹനക്കേട് മൂലം ഉണ്ടാകാവുന്ന ചില വയറിൻ്റെ അസ്വസ്ഥതകളും ജലദോഷവും അങ്ങനെയുള്ള ചെറിയ ചെറിയ അസ്വസ്ഥതകളും രോഗങ്ങളൊക്കെ ഇതുകൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ളൊരു കൂട്ട് കഷായമാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. നിങ്ങളെ ടേസ്റ്റിനകത്ത് കോഫിയോ തേയിലയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. എന്നാൽ ഒന്നും ചേർക്കാതെയും ഉണ്ടാക്കാം. കാരണം ഇതിൽ പുതിനയുടെ ഇലയുണ്ട്, പനിക്കൂർക്കയുടെ ഇലയുണ്ട്, പിന്നെ തുളസി ഇലയുണ്ട്. ഇതെല്ലാം പനിക്കും ജലദോഷത്തിനും എല്ലാം ഉപയോഗിക്കുന്ന ഒന്നാണ്. പിന്നെ ഇതൊക്കെ ടീ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു തേയിലയുടെ ആവശ്യം വരുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ടേസ്റ്റൊക്കെ ലഭിക്കണമെങ്കിൽ കോഫിയോ തേയിലയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കും. കോഫിയും തേയിലയും ഉപയോഗിക്കുന്നില്ല എങ്കിൽ ശർക്കര മുതൽ എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഒന്നും ചേർക്കേണ്ടി വരില്ല. പിന്നെ ഇത് കൂടുതലായിട്ട് ആവശ്യം വരിക നമ്മളെ
ഗൾഫുകാർക്കൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്കൊക്കെ വേണമെങ്കിൽ കൊടുത്തു വായിക്കാം. കാരണം നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുവൈദ്യങ്ങൾ ഇവിടെ ധാരാളം നമ്മുടെ തൊടിയിൽ തന്നെ ലഭിക്കാറുണ്ട്. എന്നാൽ അവിടെ ചുക്ക് കാപ്പി എന്ന് പറഞ്ഞിട്ടൊരു പാക്കറ്റിലോട്ടുള്ളൊരു ശർക്കരയുടെ കട്ടയാണ് കിട്ടുക, അല്ലെങ്കിൽ പൊടി. അത് കുറച്ച് കാപ്പിയുടെ ടേസ്റ്റും കാണും, കുറച്ച് എരിവും കാണും. മറ്റൊരു ഗുണവും അതിൽ കാണാറില്ല, നമ്മളൊക്കെ ഉപയോഗിച്ചവരാണ്. എന്നാൽ ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്ന ഒന്നാണ്. ഏത് നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നുന്നു അത് എടുത്ത് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് മറ്റുള്ളത് ചതച്ച് കഷായമാക്കിയിട്ട് ഉപയോഗിക്കാം. അത്രയും സൗകര്യപ്രദമായിട്ടുള്ളൊരു പാക്കിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഇറക്കിയ പോലുള്ളതല്ല നമ്മൾ ഈ ഇറക്കുന്ന പ്രോഡക്റ്റ് എന്ന ആത്മവിശ്വാസം, വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മളിതിന് മുൻകൈ എടുത്തിട്ട് ചെയ്തു വരുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ കാണാത്തവർക്കും എത്തിച്ചു കൊടുക്കുക, ആവശ്യമുള്ളവർക്ക് ചോദിക്കാം. നിങ്ങളുടെയൊക്കെ ഒരു ഷെയർ കൊണ്ട് മറ്റു പലരും ഇത് കാണാനിടയാകും, അവർക്കും അതൊരു ഉപകാരമാകും, നമുക്കും അതൊരു വലിയൊരു നിങ്ങളിൽ നിന്നും കിട്ടുന്ന ഒരു ഛേദമില്ലാത്ത ഉപകാരമാകും. അപ്പോൾ എല്ലാവരും കഴിവിൻ്റെ പരമാവധി മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ഇതിൽ ശർക്കരയും ഏലവും ചുക്കുമല്ലാത്തതെല്ലാം നമ്മളിവിടെ കൃത്യമായിട്ട് ഉണ്ടാക്കി നല്ല വൃത്തിയോടുകൂടി കഴുകി ഉണക്കി തയ്യാറാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടെ വാങ്ങി ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ തുടക്കമായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചുക്ക് ഇവിടെ തയ്യാറാക്കാത്തത്. നമ്മൾ ഇഞ്ചി ഉണക്കി ചുക്കും കൂടി ഇവിടെ തന്നെ തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത് നമ്മളെ പ്രോഡക്റ്റിൻ്റെ പരസ്യമല്ല, അതിൻ്റെ ഗുണമേന്മ മാത്രമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാ സുഗന്ധങ്ങളും കൂടി ചേർത്താണ് നമ്മൾ ഈ ചുക്ക് കൂട്ട് കഷായം തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു പ്രിസർവേറ്റീവുകളും ചേർക്കാതെ തികച്ചും നാച്ചുറലായിട്ടാണ് നമ്മളതോട് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ജലദോഷം, മഴക്കാല രോഗങ്ങളായിട്ടുള്ള ജലദോഷം അങ്ങനെയുള്ള ഇതിനൊക്കെ ഒരു പരിഹാര മാർഗം തന്നെയാണ് ഇത്. തികച്ചും ക്ലിയറായിട്ട് എല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും. തികച്ചും നാച്ചുറലായിട്ടുള്ള നമ്മുടെ വീട്ടിലെ സുഗന്ധങ്ങളെല്ലാം ചേർത്തുണ്ടാക്കിയൊരു ചുക്ക് കൂട്ട് കഷായമാണിത്. അപ്പോൾ ഇത് താല്പര്യമുള്ളവരൊക്കെ വാങ്ങി ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഒക്കെ നിങ്ങളുടെ മുന്നിലെത്തിയാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നമ്മളെ സഹായിക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ നമ്മൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.